എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ മുംബൈ ഇന്ത്യൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ അരങ്ങേറിയത് 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയം കവർന്ന ഒരു അവിസ്മരണീയ മുഹൂർത്തമാണ്. മാന്ത്രിക പ്രകടനത്തിലൂടെ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ആയി മാറിയ സാക്ഷാൽ ലോർഡ് ഷാർദുൽ താക്കൂർ തനിക്ക് ലഭിച്ച മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നിരസിക്കുകയും അത് നേരെ പോയി ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്ത ആ നിമിഷം ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചാണ് നോക്കിക്കണ്ടത്. ഷാർദുലിന്റെ ഈ അത്യപൂർവമായ ആദരവ് കണ്ട് മൈതാനത്ത് വെച്ച് തന്നെ രോഹിത് ശർമ്മ പൊട്ടിക്കരഞ്ഞുപോയി. എന്നാൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന രോഹിത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെയും ടീം ഉടമ നിത അംബാനിയുടെയും സാന്നിധ്യത്തിൽ ഷാർദുൽ നടത്തിയ ആ പ്രസംഗം മുഴുവൻ ക്രിക്കറ്റ് ലോകത്തെ നിശബ്ദരാക്കി. വാങ്കഡെയിലെ ബാറ്റിംഗ് പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത KKR 220 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയപ്പോൾ മുംബൈയുടെ പരാജയം ഏതാണ്ട് ഉറപ്പായതായിരുന്നു. KKR നായകൻ അജിങ്ക്യ രഹാനെയും രഘുവംശിയും ചേർന്ന് മുംബൈയുടെ ഓരോ ബൌളർമാരെയും അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുകയായിരുന്നു. എന്നാൽ ആ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് മുംബൈയുടെ രക്ഷകനായി ഷാർദുൽ താക്കൂർ അവതരിക്കുന്നത്. തന്റെ മാന്ത്രിക ബൌളിംഗിലൂടെ അജിങ്ക്യ രഹാനെ, ഫിൻ അലൻ, കാമറൂൺ ഗ്രീൻ എന്നീ 3 അതികായന്മാരുടെ വിക്കറ്റുകൾ പിഴുതെടുത്ത് അദ്ദേഹം KKRന്റെ നട്ടെല്ലൊടിച്ചു. ഷാർദുലിന്റെ ഈ തീപ്പൊരി സ്പെല്ലാണ് മുംബൈയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതും പിന്നീട് രോഹിത് ശർമ്മ പുറത്തെടുത്ത 78 റൺസിന്റെ കൊടുങ്കാറ്റ് പോലൊരു ഇന്നിംഗ്സ് മുംബൈക്ക് 6 വിക്കറ്റിന്റെ ചരിത്ര വിജയം സമ്മാനിച്ചതും. മത്സരം അവസാനിച്ചതിനു ശേഷം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായ വാങ്കഡെയിൽ പുരസ്കാരദാന ചടങ്ങ് ആരംഭിച്ചപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അലകടൽ പോലെ ആർത്തിരമ്പുകയായിരുന്നു. അനൗൺസർ KKRന്റെ 3 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ ലോർഡ് ഷാർദുൽ താക്കൂറിനെ ഔദ്യോഗികമായി പ്ലെയർ ഓഫ് ദ മാച്ചായി പ്രഖ്യാപിച്ചപ്പോൾ ഗാലറികൾ ഹർഷാരവങ്ങളാൽ മുഖരിതമായി. എന്നാൽ യഥാർത്ഥ നാടകീയതയും ഏവരെയും വികാരഭരിതരാക്കിയ രംഗങ്ങളും അവിടെ തുടങ്ങുകയായിരുന്നു. ഏറെ വികാരഭരിതനായി ഭാരമുള്ള കാൽവെപ്പുകളോടെ വേദിയിലേക്ക് നടന്നുകയറിയ ഷാർദുൽ മുഖ്യാതിഥിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനു പകരം തികഞ്ഞ ആദരവോടെ മൈക്ക് സ്വന്തം കയ്യിൽ എടുത്തു. സ്വന്തം വിജയത്തിന്റെ തിളക്കത്തേക്കാൾ തന്റെ സീനിയർ താരത്തോടുള്ള ബഹുമാനമായിരുന്നു ആ മുഖത്ത് നിറഞ്ഞു നിന്നത്. അല്പം പോലും വൈകാതെ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം പരസ്യമായി ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ വേദിയിൽ ക്ഷണിച്ചു. രോഹിത് വേദിയിലെത്തിയ നിമിഷം തനിക്ക് ലഭിച്ച തിളങ്ങുന്ന ട്രോഫിയും ചെക്കും ഷാർദുൽ നേരിട്ട് രോഹിത്തിന്റെ കൈകളിൽ വെച്ചുകൊടുക്കുകയും ലക്ഷക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി ഹിറ്റ്മാന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. ഷാർദുലിന്റെ ഈ നിസ്വാർത്ഥതയും വിനയവും ഗുരുവായി കാണുന്ന സീനിയർ താരത്തോടുള്ള അടങ്ങാത്ത സമർപ്പണവും കണ്ടപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് തന്റെ വികാരങ്ങളുടെ വേലിയേറ്റത്തെ നിയന്ത്രിക്കാനായില്ല. ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായ അദ്ദേഹം മൈതാനത്തിന് നടുവിൽ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ച കടുത്ത മാനസിക സംഘർമ്മങ്ങളുടെയും ഒറ്റയാൾ പോരാട്ടങ്ങളുടെയും നേർചിത്രമായിരുന്നു ആ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകിയിറങ്ങിയത്. രോഹിത് പരസ്യമായി വിതുമ്പുന്നത് കണ്ട ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും ടീം ഉടമ നിത അംബാനിയും വേഗത്തിൽ ഓടിയെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. തുടർന്നാണ് കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ട ആ പ്രസംഗം ഷാർദുൽ താക്കൂർ നടത്തിയത്. ഇടറുന്ന ശബ്ദത്തോടെ അത്യന്തം വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു, "സത്യം പറയുകയാണെങ്കിൽ ഈ വലിയ പുരസ്കാരം എന്റെ കൈകളിൽ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്കിപ്പോൾ ധൈര്യമില്ല. എനിക്കിത് സ്വീകരിക്കാനും കഴിയില്ല. സ്കോർ ബോർഡിലെ കണക്കുകളിൽ ഞാൻ 3 വിക്കറ്റുകൾ നേടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ എന്റെയും ഈ ടീമിന്റെയും കണ്ണിൽ ഇന്നത്തെ യഥാർത്ഥ മാൻ ഓഫ് ദ മാച്ച് ഞങ്ങളുടെ വലിയേട്ടനും വഴികാട്ടിയുമായ സാക്ഷാൽ രോഹിത് ശർമ്മയാണ്." ബൌളർമാരുടെ ശവപ്പറമ്പിലായ വാങ്കഡെയിലെ ഈ പിച്ചിൽ KKR 220 റൺസ് അടിച്ചുകൂട്ടുകയും ഞങ്ങൾക്ക് മുന്നിൽ 221 റൺസിന്റെ പടുകൂറ്റൻ ലക്ഷ്യം ഉയർത്തുകയും ചെയ്തപ്പോൾ സത്യം വിശ്വസിക്കുക, ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ ബൌളർമാരുടെയും കളിക്കാരുടെയും മുഖത്ത് ഭയം വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു. ഞങ്ങൾ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. ഷാർദുൽ തുടർന്ന് രോഹിത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പുറം ലോകം അറിയാത്ത ഒരു കഥ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും നിശബ്ദരായിപ്പോയി. ആ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ രോഹിത് ഭായ് എന്റെ അടുത്തേക്ക് വന്നു. ഒരു ജ്യേഷ്ഠനെ പോലെ എന്റെ തോളിൽ കൈവച്ച് വളരെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു, "ഷാർദുൽ, നീ വിക്കറ്റ് എടുക്കുന്നതിലും നിന്റെ ലെങ്തിലും മാത്രം ശ്രദ്ധിക്കുക. അവർ എത്ര റൺസ് അടിക്കുമെന്നോ ആ വലിയ സ്കോർ നമ്മൾ എങ്ങനെ പിന്തുടർന്ന് ജയിക്കും എന്നോ ഓർത്ത് നീ ഒട്ടും ആശങ്കപ്പെടേണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം." ഇന്ന് രോഹിത് ഭായ് ആ വാക്ക് പാലിക്കുക മാത്രമല്ല ചെയ്തത്, യാതൊരു ഭയവുമില്ലാതെ തന്റെ സ്വതിസിദ്ധമായ ക്ലാസോടെ അദ്ദേഹം പുറത്തെടുത്ത 78 റൺസിന്റെ
ധാക്കൂറിന്റെ കൊടുങ്കാറ്റ് പോലൊരു ഇന്നിംഗ്സ് ഞങ്ങളുടെ ബൌളർമാരുടെ തല ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചു. ഞങ്ങൾക്ക് രോഹിത് ഭായ് വെറും ഒരു കളിക്കാരനോ സഹതാരമോ അല്ല, മറിച്ച് നൂറുകണക്കിന് യുവതാരങ്ങൾക്ക് അദ്ദേഹം ക്രിക്കറ്റിന്റെ ഒരു വലിയ സർവകലാശാലയാണ്. അദ്ദേഹമില്ലാതെ ഈ വിജയം പൂർണ്ണമായും അസാധ്യമായിരുന്നു. അതിനാൽ ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ കൈകളിൽ മാത്രമേ ശോഭിക്കൂ. ഷാർദൂലിന്റെ ഈ വാക്കുകൾ വാങ്കഡയുടെ അന്തരീക്ഷത്തെയാകെ കണ്ണണിയിച്ചു. ഗാലറിയിലുണ്ടായിരുന്ന ആരാധകർ വരെ വിതുമ്പുകയായിരുന്നു. മൈതാനത്ത് ഒരു മത്സരം വിജയിക്കുന്നതിനേക്കാൾ വലുത് ജൂനിയർ താരങ്ങളുടെ ഹൃദയത്തിൽ അവർ നിങ്ങളുടെ സ്നേഹവും ആദരവും നിങ്ങളുടെ കാൽക്കൽ സമർപ്പിക്കുന്ന വിധത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുന്നതാണെന്ന് ആ നിമിഷം വിളിച്ചു പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഒരു കളിക്കാരന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും. സംസാരം തുടർന്ന് ഷാർദൂൽ വേദിയിൽ നിന്നിരുന്ന നായകൻ ഹാർദിക് പാണ്ഡ്യയെയും നിത അംബാനിയെയും നോക്കി ഏറെ ആദരവോടെ വാങ്കഡയിലെ ആ ഹൈ പ്രൊഫൈൽ അന്തരീക്ഷത്തെ ഒരു വികാരഭരിതമായ കുടുംബ സമ്മേളനമാക്കി മാറ്റിക്കൊണ്ട്. ഈ പ്രത്യേക വേദിയിൽ വെച്ച് ഹാർദിക് ഭായിക്കും നിത മാമിക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ടീമിലുണ്ടായ വലിയ ഉയർച്ച താഴ്ചകൾക്കിടയിലും ഈ ടീമിനെ തകരാതെ ചിതറിപ്പോകാതെ ഒരു കുടുംബം പോലെ ചേർത്ത് നിർത്തിയത് നിങ്ങളാണ്. ഇന്ന് ഫീൽഡിൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഫീൽഡിംഗ് സെറ്റ് ചെയ്യാനും ബൗളിംഗിൽ എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം നൽകാനും ആ കടുത്ത പ്രതിസന്ധിക്കിടയിൽ എന്നിൽ വിശ്വാസമർപ്പിക്കാനും ഹാർദിക് ഭായ് കാണിച്ച വലിയ മനസ്സ് ശരിക്കും പ്രശംസനീയമാണ്. ഒരു ബൗളർക്ക് തന്റെ ക്യാപ്റ്റനിൽ നിന്ന് ലഭിക്കുന്ന ഇതിലും വലിയൊരു സപ്പോർട്ടും അനുഗ്രഹവും വേറെയില്ല. എല്ലാവരെയും കൂടുതൽ വികാരഭരിതരാക്കിക്കൊണ്ട് ഷാർദൂൽ വീണ്ടും രോഹിത്തിന്റെ മഹത്വത്തിലേക്ക് തന്നെ മടങ്ങി മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി. ഹിറ്റ്മാൻ രോഹിത് ഭായിയുടെ മനസ്സ് എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യത്തിൽ നിന്നാണ്. 78 റൺസിന്റെ കൊടുങ്കാറ്റ് പോലൊരു ഇന്നിംഗ്സ് കളിച്ച് ഔട്ടായി ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ആദ്യം എന്നെയാണ് അരികിലേക്ക് വിളിച്ചത്. എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ചെവിയിൽ വലിയ സ്നേഹത്തോടെ മന്ത്രിച്ചു, "വെൽ ഡൺ ഷാർദൂൽ. ഇന്നൊരു പക്ഷേ എന്റെ ബാറ്റിംഗിനെക്കുറിച്ചായിരിക്കും എല്ലാവരും സംസാരിക്കുക. എന്നാൽ സത്യം അതല്ല. നീ വീഴ്ത്തിയ ആ 3 നിർണായക വിക്കറ്റുകളാണ് അസാധ്യമെന്ന് കരുതിയ ഈ ലക്ഷ്യം മറികടക്കാൻ ഞങ്ങൾക്ക് യാഥാർത്ഥ്യത്തിൽ പ്രതീക്ഷയും ധൈര്യവും നൽകിയത്." സ്വന്തം വിജയത്തേക്കാൾ തന്റെ ജൂനിയർ താരങ്ങളുടെ വിജയത്തിന് വില കൽപ്പിക്കുന്ന ഇത്രയും വിശാലമായ ഹൃദയമുള്ള ഒരു ഇതിഹാസത്തിന് മുന്നിൽ ഈ ചെറിയ അവാർഡിന് എന്ത് പ്രസക്തി? ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഏത് ട്രോഫിയും ബഹുമതിയും അദ്ദേഹത്തിന്റെ കാൽക്കൽ ചെറുതാണ്. രോഹിത് ശർമ്മ ശരിക്കും ക്രിക്കറ്റ് ലോകത്തെ ജീവിക്കുന്ന ഇതിഹാസമാണ്. ഈ പുരസ്കാരവും ഇന്നത്തെ വിജയവും ഞാൻ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ പൂർണ്ണ വിനയത്തോടെ സമർപ്പിക്കുന്നു. മൂല്യങ്ങളും സംസ്കാരവും നിറഞ്ഞ ഷാർദൂൽ ധാക്കൂറിന്റെ ഈ ഹൃദയസ്പർശിയായ വാക്കുകൾ കേട്ട് അവിടെ നിന്നിരുന്ന നിത അംബാനിക്ക് തന്റെ വികാരങ്ങളെ മറച്ചുവെക്കാനായില്ല. അവരുടെ കണ്ണുകളും ഏവരുടെ മുന്നിൽ ഈറനണിഞ്ഞു. ഒരമ്മയെപ്പോലെ, ടീമിന്റെ സംരക്ഷകയെപ്പോലെ അവർ മുന്നോട്ട് വന്ന് രോഹിത്തിന്റെയും ഷാർദൂലിന്റെയും തോളിൽ അതിയായ സ്നേഹത്തോടെ തട്ടി. ടീമിനുള്ളിലെ ഐക്യവും പരസ്പര ധാരണയും ഇപ്പോൾ പുതിയ ഒരു തലത്തിൽ ഉയർന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. അതേസമയം നായകൻ ഹാർദിക് പാണ്ഡ്യയും ഷാർദൂലിന്റെ ഈ അവിശ്വസനീയമായ കായിക സ്പിരിറ്റിനെയും അദ്ദേഹം രോഹിത്തിന് നൽകിയ പരമോന്നതമായ ആദരവിനെയും തുറന്നു പ്രശംസിച്ചു. ഇന്ന് മുംബൈ ഇന്ത്യൻസ് നേടിയത് വാങ്കഡയിലെ വെറുമൊരു ക്രിക്കറ്റ് വിജയം മാത്രമല്ല, വരും തലമുറകൾക്ക് മാതൃകയാക്കാവുന്ന ടീം ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അചഞ്ചലമായ സാഹോദര്യത്തിന്റെയും സമാനതകളില്ലാത്ത ഒരു ഉദാഹരണം കൂടിയാണ് ഞങ്ങൾ ലോകത്തിനു മുന്നിൽ കാണിച്ചു തന്നിരിക്കുന്നത്. ഹാർദിക് വികാരാധീനനായി പറഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നാകെ ഷാർദൂൽ ധാക്കൂറിന്റെ ഈ വലിയ മനസ്സിനെയും അദ്ദേഹത്തിന്റെ ലോർഡ് എന്ന പേരിന് അന്വർത്ഥമായ പെരുമേറ്റത്തെയും വാഴ്ത്തുകയാണ്. ആരാധകർ അദ്ദേഹത്തെ യഥാർത്ഥ ജെന്റിൽമാൻ എന്നും മൂല്യങ്ങളുടെ രാജാവെന്നും ഹൃദയം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ലോകകപ്പ് ട്രോഫികളെക്കാളും വലിയ കിരീടങ്ങളെക്കാളും ഒരു സീനിയർ താരത്തിന് ഏറ്റവും വിലപ്പെട്ടതും അമൂല്യവുമായത് തന്റെ ജൂനിയർ താരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ നിസ്വാർത്ഥമായ സ്നേഹവും ബഹുമാനവുമാണെന്ന് രോഹിത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ ആ കണ്ണുനീർ ലോകത്തിന് കാണിച്ചുകൊടുത്തു. വാങ്കഡയിലെ ആ ചരിത്രരാത്രി രോഹിത്തിന്റെ വിസ്ഫോടകമായ ബാറ്റിംഗിന്റെ പേരിൽ മാത്രമല്ല, ക്രിക്കറ്റ് ഇപ്പോഴും ഒരു ജെന്റിൽമെൻ ഗെയിം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ഷാർദൂൽ ധാക്കൂറിന്റെ ആ മഹത്തായ സംസ്കാരത്തിന്റെ പേരിലും എക്കാലവും ഓർമ്മിക്കപ്പെടും. അപ്പോൾ സുഹൃത്തുക്കളെ, ഷാർദൂൽ ധാക്കൂർ തന്റെ പുരസ്കാരം രോഹിത് ശർമ്മയ്ക്ക് നൽകിയതിനെക്കുറിച്ചും ആ ഹൃദയസ്പർശിയായ പ്രസംഗത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രോഹിത് ശർമ്മ തന്നെയാണ് ഈ ടീമിന്റെ യഥാർത്ഥ ശക്തിയും ആത്മാവുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രോഹിത്തിനെ ആദരിച്ചതിലൂടെ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം ഷാർദൂൽ ധാക്കൂർ കീഴടക്കിയോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ "റിസ്പെക്ട് ഫോർ ലോർഡ് ഷാർദൂൽ ധാക്കൂർ" എന്ന് രേഖപ്പെടുത്തി തീർച്ചയായും പങ്കുവയ്ക്കുക. ഒപ്പം IPL 2026 ഓരോ ഇൻസൈഡ് സ്റ്റോറികൾക്കും ഡ്രസ്സിംഗ് റൂം രഹസ്യങ്ങൾക്കും കേൾക്കാത്ത കഥകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. നന്ദി.